ഗോസ്പൽ നെസ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രാമം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ജീവിക്കുന്നതായ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം വന്നാൽ അത് എല്ലാവരുടെയും ആഘോഷമാണ്. അതിനകത്ത് ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ ഹിന്ദു എന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു രോഗമോ ദുഃഖമോ ഗ്രാമവാസികൾക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ അത് എല്ലാവരുടെയും ദുഃഖമാണ്. അതുപോലെ വിവാഹമോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഒരു ആഹ്ലാദം തിരതെല്ലുവാൻ ഇടയായിത്തീരും. ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതായ ഒരു ബാലനാണ് അബി. അബിയുടെ മാതാപിതാക്കൾ ഇവനോട് ചെറുപ്പം മുതൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബിയുടെ പിതാവിന്റെ ഉള്ളിൽ ചില ദുശ്ചിന്തകൾ ഉണ്ടായി. അദ്ദേഹം തന്റെ മകനോട് അബിയോട് ചെറുപ്പത്തിൽ മുതലേ അദ്ദേഹത്തെ പല ഉപദേശങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഇടയായി. പറയുന്നത് നമ്മളാണ് ശരി, നമ്മൾ മാത്രമാണ് ശരി, മറ്റ് മതക്കാരും ശരിയല്ല, അവരെല്ലാം തെറ്റായ മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ്. അതുമാത്രമല്ല അവരെല്ലാം പിശാചിന്റെ വകയാണ്, അവരെല്ലാം വസിക്കുന്നത് സാത്താനാണ് എന്നുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ അബിയുടെ ഹൃദയത്തിൽ ഇത് ഉമിറ്റി പോലെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കാലങ്ങൾ കുറച്ച് കടന്നുപോയി. അബിയുടെ ഉള്ളിൽ ഈ പിതാവ് പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങളെല്ലാം തന്നെ ആളിക്കത്തുവാനിടയായി. ഒരു ദിവസം ഇവർ എല്ലാവരും കൂടെ കൂടി അതായത് വയലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പന്ത് കളിക്കുകയാണ്. ആ പന്ത് കളിയിൽ രണ്ടുപേർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കം വലിയ വഴക്കായി. ആ വഴക്ക് പിന്നെ വെല്ലുവിളിയിലേക്ക് മാറി. മാത്രമല്ല അത് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ളതായ വലിയ ഒരു വൈരാഗ്യത്തിന് അത് ഇടം കൊടുക്കുവാനിടയായി. അന്ന് രാത്രിയിൽ അബിയുടെ നേതൃത്വത്തിൽ കുറെ ചെറുപ്പക്കാര് കുറുവടിയും അതുപോലെ കല്ലുകളും തീപ്പന്തവുമായിട്ട് പോയിട്ട് തന്റെ എതിരാളികളുടെ വീടുകൾക്ക് തീ വയ്ക്കുകയും അവരുടെ കടകൾ കത്തിച്ച് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അക്രമം അഴിച്ചുവിട്ടു. ആ ദേശത്തുള്ള ആ ഗ്രാമത്തിൽ അതുവരെ സന്തോഷത്തോടെ ജീവിച്ചതായ ഗ്രാമവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പലായനം ചെയ്ത് നിലവിളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് തീ കൊണ്ടതിന് ഉള്ളിൽ നിന്നുകൊണ്ട് അതായത് ചുറ്റും തീയാണ്, അതിനകത്ത് ബാലിക നിലവിളിക്കുന്നത് അബി കാണുന്നു. അബി ഓടിച്ചെന്നു. അബി വിചാരിച്ചു അത് ശത്രുവിന്റെ മകളാണ്. പക്ഷേ അതൊന്നും വിചാരിച്ചില്ല. താൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ച് താൻ പിന്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് തന്റെ കാൽക്കൽ വീടുകൊണ്ട് ആ കുഞ്ഞിന്റെ പിതാവ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, അതായത് നിങ്ങൾക്ക് ചെയ്ത് നല്ലൊരു പ്രവൃത്തിയാണ്, എന്റെ കുഞ്ഞ് മരിച്ചു പോകേണ്ട അവസ്ഥയിലായിരുന്നു, എന്നാൽ നിങ്ങളെ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. ആ പിതാവിന്റെ കണ്ണുനീരും ആ കരച്ചിലും ആ കുഞ്ഞിന്റെ മുഖഭാവവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അബി അറിയാതെ തന്നെ അബി പൂർണ്ണമായിട്ട് ആൾ മാറുവാനിടയായി. തന്റെ ചിന്ത ഇങ്ങനെ വന്നു, മതം ഒരിക്കലും മനുഷ്യ കൊല്ലുവാൻ ഉപയോഗിക്കേണ്ടതല്ല, അത് പരസ്പരം ഭിന്നിപ്പിക്കേണ്ടതല്ല. അതുകൊണ്ട് മനുഷ്യനെ അല്ലാതാക്കി തീർക്കുന്ന മതഭ്രാന്ത് എന്നേക്കുമായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ തുടച്ചു നീക്കുക തന്നെ വേണമെന്ന് അബി അന്നൊരു തീരുമാനമെടുത്തു. ആ പഴയ അനുഭവത്തേക്ക് വരുവാൻ വേണ്ടി അബി എന്തെന്നറിയാമോ, തനിക്കൊരു വലിയ സമൂലമായിരിക്കുന്ന ഒരു മാറ്റം തന്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ അബി ഇപ്പോൾ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞുപോയി. അബി ഇപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ശാന്തിയുടെ ദൂതനായി, സമാധാനം പ്രഘോഷിക്കുന്നതായി, ദയയും കരുണയുമുള്ള ഒരു മനുഷ്യനായി, നല്ല മനുഷ്യനായി ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഈ വാക്യത്തിൽ യേശു സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. 1 Corinthians ലേഖനം 14-33 വാക്യം. അതുകൊണ്ടാണ് സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. കാരണം സമാധാനം സൃഷ്ടിക്കുന്നവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അഥവാ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത് ആരാണോ അവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. എന്നാൽ കലാപം ഉണ്ടാക്കുന്നവർ അവർ എപ്പോഴും സാത്താന്റെ പ്രതിനിധികളുമാണ് എന്നുള്ള കാര്യം മറന്നു പോകാതെ ഇരിക്കുക. അപ്പോ ദൈവത്തിന്റെ പ്രതിനിധികളായി നമുക്ക് തീരുവാനായിട്ട് കഴിയും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഏത് ഗ്രാമത്തിലാണോ നമ്മൾ താമസിക്കുന്നത്, ഏത് രാജ്യത്തിന്റെ പ്രതിനിധിയാണോ, നിനക്ക് ആ രാജ്യത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ നീ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ പ്രതിനിധിയായി നമുക്ക് നമ്മുടെ രാജ്യത്തോട് കൂറും കടപ്പാടുമുള്ളവരായി തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിലൂടെ നമ്മൾ തയ്യാറാകുക. വീണ്ടും ഒരു വാക്യം ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 1
ആയിരുന്ന അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവര് ആയിരിപ്പീൻ. തല്ലിന് തല്ലുകൊണ്ടോ ശാപത്തിന് ശാപം കൊണ്ടോ അതുപോലെ തന്നെ ദോഷത്തിന് ദോഷം കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്നാണ്. കാരണം എന്താണ്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായിരിക്കണം. ഒരുപക്ഷെ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടാകാം, നിന്നെ ശപിക്കുന്നുണ്ടാകാം, നിന്നെ ശകാരിക്കുന്നുണ്ടാകാം, നിന്നെ പല വിധത്തിലും ഇതിനെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിനക്ക് പല വിധത്തിലുള്ള ശത്രുത ഉളവാക്കുന്നുണ്ടാകാം. പക്ഷേ അതൊന്നും കണക്കാക്കാതെ നീ അനുഗ്രഹിക്കപ്പെടാണ്ട് വിളിക്കപ്പെട്ടവളാണെങ്കിൽ അവരെ നമ്മൾ അനുഗ്രഹിക്കണം. അവരെ ശപിക്കരുത്, അതുപോലെ തന്നെ വെറുക്കരുത്, അവരെ തല്ലുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. നിശ്ചയമായിട്ടും നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരായിത്തീരുമെന്നറിയാവോ? നാം ദൈവത്തിന്റെ മക്കളായിത്തീരും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് വിശ്വാസമർദ്ദമുള്ളവർ പോലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് നമ്മുടെ ജീവിതം ക്ഷമയും സമാധാനവും നിറഞ്ഞത് ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. എതിരാളികളോട് ദോഷം ചെയ്യാതെ നാം അവരെ അനുഗ്രഹിക്കുന്നവരാകണം എന്നത്രേ. കാരണം നമ്മെ പ്രതികാരത്തിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. നാം പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മക്കളുമല്ല. അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തന്നെ എത്രയോ പേര് തന്നെ ഉപദ്രവിച്ചു. പക്ഷെ ആരെയും യേശു ഉപദ്രവിക്കാൻ നിന്നില്ല. എവിടെയും താൻ വാളെടുത്തില്ല, എവിടെയും താൻ കുന്തം കൊണ്ട് ആരെ കുത്തിയില്ല, താൻ ആരുടെ നേരെയും ആക്രോശിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോട് വിരോധം വെച്ചുകൊണ്ട് യാതൊരു പെരുമാറിയില്ല. ക്രൂശിൽ കിടക്കുമ്പോൾ പോലും യേശു പറയുന്നത് ഇവർ ചെയ്യുന്നതെന്നറിയായികയാൽ ഇവർ ക്ഷമിക്കണമേ എന്നാണ്. അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവ്, പിതാവേ, കുഞ്ഞെ, നമുക്കും ഇതെന്നറിയാമോ? ക്ഷമയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ സന്ദേശം ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ മെസ്സേജ് നിങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായിത്തീരും എന്ന് മാത്രമല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും.